ഹലോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം എടുത്ത കേട്ടോ, പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ കഥയിലേക്ക് വരട്ടെ. നമ്മളെല്ലാവരും കൂടി ഒരു കോമൺ ഓഫ് ഡേ കിട്ടിയപ്പോൾ പുറത്ത് പോയാലോ എന്ന് കരുതി. പുറത്ത് പോയാലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് ആയിരുന്നത് ലാവൻഡർ ഫീൽഡാണ്. അപ്പോൾ ഇന്നലെ ലാവൻഡർ കാണാൻ പോകുന്നു കൊടുത്തു. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ ചില വീടുകളിൽ 1-2 മൂട് ലാവൻഡർ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ലാവൻഡർ തോട്ടത്തിൽ പാടത്തിൽ പോയി അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രിഫറൻസ്. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ എന്തായാലും പോയി. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 1.5 മണിക്കൂറോളമുള്ളൊരു ജേർണി ആയിരുന്നു. ആദ്യം എലിസബത്ത് ലൈൻ എടുത്തു, അവിടുന്ന് വൈറ്റ് ചാപ്പിൽ ഇറങ്ങി, അവിടുന്ന് ഓവർഗ്രൗണ്ട് എടുത്തു, അതിനുശേഷം വെസ്റ്റ് ക്രോയിഡിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ എന്താണ് UK വന്നിട്ട് ട്രാം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ആ ഏരിയയിലൊന്നും അതില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമായിരുന്നു. റോഡിൽ കൂടെ പോണ ട്രെയിനല്ലേ, അതുപോലെ കുറച്ചൊരു ട്രാം ഇങ്ങനെ നോക്കിയിരുന്നു. ബാക്ക് ടു ബാക്ക് വെസ്റ്റ് ക്രോയിഡൻ സൈഡിൽ കൂടെ ട്രാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത്. നമ്മുടെ ലാവൻഡർ ഫീൽഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുകൊണ്ടൊന്ന് നിർത്തും കേട്ടോ. അങ്ങനെ നല്ല തിരക്കുള്ള ടൈമാണ്, സീസൺ ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ 5 പൗണ്ടാണ് ഒരാൾക്ക് ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. നമ്മൾ ആ എൻട്രി ഗേറ്റിൽ എത്തുമ്പോഴേക്കും ക്യാഷ് കളക്ട് ചെയ്യാൻ ഒരാളവിടെ നിൽപ്പുണ്ട്. ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞു വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ഫ്ലവേഴ്സേ ഉള്ളൂ. പിന്നെ ഈ വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും ഇത് പറിക്കും. പിന്നെ ഇപ്പോൾ സീസൺ ഇങ്ങനെ ആ ഒരു പീക്ക് ടൈമിൽ നിന്ന് മൊത്തം പൂത്ത് നിന്നും കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് അതിൻ്റെ മുട്ട് മാത്രമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണത്, ഡ്രൈ ആവുന്നതിന് മുമ്പത്തെ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് മുന്നിലേക്ക് നടന്ന് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പാകത്തിന് നല്ല ഹൈറ്റിലുള്ള ഏരിയ ഉണ്ട്. അപ്പം മേഫീൽഡ് ലാവൻഡർ ഫാം എന്ന് പറയുമ്പോൾ, ലാവൻഡർ ഗാർഡൻ എന്ന് പറയുമ്പോൾ 25 ഏക്കറോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ലാവൻഡറാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല ലാവൻഡർ ഇൻഫ്യൂസ്ഡ് ഗിഫ്റ്റുകളും ലാവൻഡറിൻ്റെ ടീ കിട്ടും, ലാവൻഡർ ഐസ്ക്രീം കിട്ടും, ലാവൻഡർ പെർഫ്യൂംസ് കിട്ടും, ലാവൻഡർ എസെൻഷ്യൽ ഓയിൽസ് കിട്ടും, ലാവൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവർ സെല് ചെയ്യുന്നുണ്ട്. പ്ലസ് ലാവൻഡർ ഫ്ലവേഴ്സായിട്ട് സെലക്റ്റഡ് ഫ്ലവേഴ്സായിട്ട് ഇവർ കട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. 5 പൗണ്ട് 7 പൗണ്ട് അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണത് വരുന്നത്. പിന്നെ ഇപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിറയെ ഈച്ചകളുണ്ട്. അപ്പോൾ കുത്ത് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. ആ നീലാകാശവും അതിലിങ്ങനെ ലാവൻഡർ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനും അതിൻ്റെ തണ്ടുമൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ഒരു ഭംഗി തന്നെ ആയിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു, ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ സെക്ഷൻ ആണല്ലോ, നമ്മൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന എന്തിനാണ്, കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്, അത് വ്യൂ ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ കുറച്ച് കിടന്ന് ഇങ്ങനെ പൂക്കളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരു സെക്ഷനിലേക്ക് അങ്ങോട്ട് മാറി. കുറേ മലയാളികൾ, കുറേ മലയാള ശബ്ദങ്ങളും മലയാളം വാക്കുകളും ഒക്കെ കേട്ടു. നമ്മൾ മാറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി, യൂട്യൂബിന് വേണ്ടി അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്, നമ്മൾ അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ പാരൻസിനെയൊക്കെ വിളിച്ചിട്ട് ഈ വീഡിയോസും ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. കാരണം നമുക്കറിയില്ല, അവരിപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ പാരൻസിനും നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ കുറേ ഫോട്ടോ ഏരിയാസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ലണ്ടൻ ബൂത്ത് ആണെങ്കിലും, അതുപോലെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ പാകത്തിന്. പിന്നെ ഒരു കുട്ടി ഒരു ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ മൂവിങ് ആണ് കേട്ടോ. ഈ ട്രാക്ടറും ട്രെയിനും ഒക്കെ മൂവിങ് ആണ്. അതിനെന്തോ പാക്കേജ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കുറച്ചുകൂടി എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും സീസണലായിട്ട് വരുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ നല്ല രീതിയിൽ ടൂറിസപരമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓരോ ഫോട്ടോ പോയിൻറ്റ്സിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഇങ്ങനെ ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്, അമ്മയും കുഞ്ഞും അങ്ങനെയുള്ള കുറേ നല്ല ക്യൂട്ട് കാഴ്ചകളൊക്കെ കണ്ടു. ഈ ട്രെയിൻ ഇങ്ങനെ മൂവിങ് ആണ്, സഫാരി ട്രെയിൻ പോലെ. ആ ഒരു 25 ഏക്കേഴ്സ് അതിങ്ങനെ ചുറ്റി കറങ്ങി എല്ലാം കാണിക്കും. പിന്നെ ഈ പാടത്തിൻ്റെ ദൂരെ അങ്ങേയറ്റത്ത് മാറി കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു താഴ്വാരത്തേക്ക്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു സീസൺ ടൈം ആകുമ്പോൾ രാവിലെ എണീറ്റ് ഈ സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ
ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ കരുതി പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും 2 ടൈപ്പിലുള്ള ഐസ്ക്രീംസാണ്. മിസ്റ്റർ വിപ്പി എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീമും വാങ്ങി, അതുപോലെ തന്നെ ലാവൻഡർ പ്യൂർ ഐസ്ക്രീമും വാങ്ങി. രണ്ടും നല്ല കിടിലൻ ലാവൻഡർ ഫ്ലേവറുള്ള നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കഴിച്ച് എൻജോയ് ചെയ്ത് കുറച്ച് നേരം ആ പാടത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ബസ്സിൻ്റെ ടൈം ആയത്. അങ്ങനെ ഓടി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി നല്ല കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ആടിപ്പാടി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ലാവൻഡർ തോട്ടം കാണാൻ പോയപ്പോൾ ഉണ്ടായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ.